ഡബിൾ കോളർ നെക്ക് ചെയ്യാം. അതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 7.5 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ഇഞ്ച് ഷോൾഡർ ഒന്ന് ഡ്രോപ്പ് ചെയ്തും കട്ട് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ആം ഹോൾ കൊടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ചെസ്റ്റ് കൊടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചും അതിനോടുകൂടി ഒരു 1.5 ഇഞ്ച് സീം അലവൻസും ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പേപ്പർ ക്യാൻവാസ് എടുക്കാം. 9.5 ഇഞ്ച് വിഡ്ത്തും ഒരു 8.5 ഇഞ്ച് ലെങ്ത്തിലുമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിതുപോലെ സെയിം ആയിട്ട് ഒരു ക്ലോത്തും ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കതിൽ ആദ്യം ഒന്ന് നെക്കിൻ്റെ അകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.25 2.75 ആണ് നെക്ക് അകലം മാർക്ക് ചെയ്തത്. താഴേക്ക് 3.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് ഒരു റൗണ്ടായിട്ടുള്ള ഒരു നെക്ക് അതിൻ്റെ അകത്ത് വരച്ചു കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 7.5 ഇഞ്ചും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അവിടെ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ആ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സൈഡ് ഭാഗം ഒന്ന് ചരിച്ച് വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തുണിയുടെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ഇനി എക്സ്ട്രാ വരുന്ന ആ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനത് ലോക്ക് ചെയ്യാണ് ചെയ്തത്. സൈഡ് മടക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ ഒരു 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ആദ്യം ഒന്ന് 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്നുകൂടി തെളിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബോഡി പാർട്ടിൻ്റെയും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും അതേപോലെ തന്നെ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗവും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അതിൻ്റെ നല്ല വശങ്ങളിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കാം. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് നീക്കി 2 സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 1.5 ഇഞ്ച് വരുന്ന ഭാഗത്ത് മാത്രമാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 1.5 ഇഞ്ച് വന്ന ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു കോർണറുമായിട്ട് താഴേക്ക് വന്ന ശേഷം തിരിച്ച് മുകളിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെൻറ്ററിൽ ആ സ്ലിറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇതുപോലെ കോർണറെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു പോയിൻ്റ് നിർത്തി അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്യാൻ പാകത്തിന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആ 1.5 ഇഞ്ച് നമ്മൾ എവിടെയാണോ മാർക്ക് ചെയ്തത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് ഒരു കെട്ട് കൊടുത്ത് നിർത്താം. ഇനി നമുക്ക് 1/4 ഇഞ്ച് നിർത്തിയ ശേഷം കട്ട് ചെയ്ത് മാറ്റണം. അകത്ത് ഭാഗത്ത് തുണി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. സെൻറ്റർ ഭാഗത്ത് ആ സ്ലിറ്റ് ഓപ്പൺ ആക്കണം. സ്റ്റിച്ചൊന്നും കട്ടാവാതെ വേണം കോർണർ ഭാഗത്ത് കട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിനെ നമുക്കിതുപോലെ തിരിച്ചെടുക്കണം. അതിൻ്റെ കറക്റ്റ് ആ കോർണറെല്ലാം പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ കുത്തി പുറത്തെടുക്കാം. എന്നിട്ട് നമുക്കതിന് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് വരെയാണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത്. ബാക്കി ഭാഗം ഇതുപോലെ ഓപ്പൺ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ബാക്ക് പോർഷനിലേക്ക് ഇതുപോലെ ആ ഷോൾഡർ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നെക്കകലം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ നെക്കകലം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചോ താഴ്ത്തി ബാക്കിൽ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. സെയിം നെക്ക് വിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച ശേഷം ഷോൾഡറിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം.
അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്ക് പോർഷനിൽ സെൻറ്റർ ഭാഗവും കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തിയില്ലേ, 1.5 ഇഞ്ച് തയ്ച്ച് നിർത്തിയില്ലേ കോളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒന്ന് ടേപ്പ് വെച്ചിട്ട് എത്ര ലെങ്ത് വരുന്നുണ്ടെന്ന് നോക്കണം. കറക്റ്റായിട്ട് ഒരു 2 പ്രാവശ്യം അളന്ന് നോക്കാം. ഇവിടെ ഒരു 6-6.25 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊരു ക്യാൻവാസ് എടുത്ത ശേഷം അത്രയും ഒരു 2ആയിട്ട് മടക്കുമ്പോൾ 6 ഇഞ്ചാണോ 6.25 അതിനനുസരിച്ചിട്ട് മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 2.5 ഇഞ്ച് വിട്ട് വരുന്ന ക്യാൻവാസ് ആയാലും മതി. എന്നിട്ട് നമുക്ക് അതേ അളവ് തന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ അളന്നപ്പോൾ കിട്ടിയത് അതാണ് ഇപ്പോൾ ഇവിടെ 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുത്ത ശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നീക്കി ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. താഴെ നിന്ന് മുകളിലേക്കും ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മുകളിലേക്ക് നീക്കി ഒരു പോയിൻ്റ് കൊടുത്തതിന് ശേഷം അവിടെയും ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. കോളറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് നെക്ക് വിട്ട് വരുന്ന 2.5 ഇഞ്ചിലേക്ക് അതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കണം. ഇനി നമുക്ക് ഇതുപോലെ 2 പീസും നമുക്ക് തയ്യൽ തുമ്പോട് കൂടി, അതായത് ക്യാൻവാസിനേക്കാളും ഒരു സൈഡ് ഭാഗം കുറച്ചുകൂടി ഒരു 1/4 ഇഞ്ച് വീതം 2 സൈഡിലും കൂടുതലായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അതിൻ്റെ 4 ഭാഗത്തും കൂടുതലുണ്ടാവണം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഭാഗം കൂടുതലായിട്ട് വെച്ചിട്ട് വേണം തുണിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അത് ഇതുപോലെ മുകളിൽ വെച്ചിട്ട് 2 സൈഡും ആദ്യം ഒന്ന് ഇതുപോലെ ആ ഒരു സൈഡ് ക്യാൻവാസിലേക്ക് മറിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ കോർണർ വരുമ്പോൾ ഇതുപോലെ നീഡിൽ താഴേക്ക് കുത്തി നിർത്തിയ ശേഷം അറ്റത്തേക്ക് തയ്ച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് താഴേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിലേക്ക് മാത്രം ഇതുപോലെ തുണി ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നെക്കിൽ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് അതിൻ്റെ തുമ്പ് നിർത്തിയാൽ മതി. ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെച്ചൊന്ന് ആ കോർണറെല്ലാം കറക്റ്റായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ആ കട്ടിങ്ങും ആ സ്റ്റിച്ചിങ്ങും എല്ലാം കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ആകും. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കോർണറെല്ലാം ഇതുപോലെ ഒരു നീഡിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇനി ബാക്കിൽ നെക്കിൻ്റെ ആ സെൻറ്റർ ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ നേരത്തെ കോളറിൽ കട്ട് ചെയ്ത അതേ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ക്യാൻവാസുള്ള ഭാഗമല്ല, ക്യാൻവാസ് വെക്കാത്ത ഭാഗമാണ് നമ്മൾ നല്ല വശത്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. സെൻറ്റർ പോർഷൻ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെയും ഒന്ന് പിൻ ചെയ്ത് വെക്കുക, തിരിയുന്ന ഭാഗം. എന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നിർത്തിയിട്ടില്ലേ, 1.5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഭാഗം ഒരു കട്ടിങ് ആയിട്ട് നിർത്തിയിട്ടില്ലേ, ആ ഭാഗത്ത് വരെ കറക്റ്റ് ചെയ്തിട്ട് ആ കോളർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കണം. കറക്റ്റ് ആ കട്ടിങ് വരുന്ന ഭാഗത്തു നിന്ന് ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റോ നിർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കോളർ അതിലേക്ക് വെച്ച് തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ ബാക്കിലൂടെ വന്നിട്ട് ഫ്രണ്ടിൽ നമ്മൾ ആ 1.5 ഇഞ്ച് തയ്ച്ച് നിർത്തിയ ഭാഗത്തേക്ക്
കോളർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ വരുമ്പോഴൊന്ന് കെട്ടിട്ട് ഉറപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് തയ്യൽ തുമ്പിനകത്തേക്ക് പോകുന്ന രീതിയിലാക്കിയതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ക്യാൻവാസിലേക്ക് മടക്കി വെച്ചിട്ട് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കോളറിൻ്റെ എൻഡ് വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ആ എൻഡ് വരുന്ന ഭാഗത്തൊരു കെട്ട് കൂടി കൊടുത്ത് നിർത്താം. നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ വീതിയിൽ തന്നെ ഒരു സ്റ്റിച്ച് കൂടി അതിൻ്റെ തൊട്ടരികിലൂടെ കോളറിൻ്റെ ചുറ്റിനും കൊടുക്കണം. പിന്നെ കോളറിൻ്റെ എഡ്ജ് ഭാഗത്തു കൂടെ ഒരു പതിച്ചടിച്ചും കൂടി കൊടുക്കുന്നത് നല്ലതാണ്.